പ്രൈസ് ദി ലോർഡ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യേയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും ഈ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നുകൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ജീവിത വിശുദ്ധീകരണം നടത്തി, ആത്മവിശുദ്ധീകരണം നടത്തി വലിയ ദൈവ കൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ധ്യാനത്തിലുടനീളം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴകൾ പരിഹരിക്കാൻ ആവശ്യമായ അധിക ദൈവകൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തു സാക്ഷ്യമായി ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. കൈകൾ വീശി പാടാം. സ്തുതി പ്രാർത്ഥിക്കാം. നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ വചനങ്ങൾ നൽകി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. മാതാവ് പ്രതീക്ഷിച്ചപ്പെട്ട ഈ ആലയത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞതും ഇവിടെ എൻ്റെ സാക്ഷ്യം കഴിഞ്ഞുള്ള ഒരുപാട് നന്ദി. എൻ്റെ പേര് ജീൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂലൈ 8, 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരും പത്രത്തിലൊക്കെ വായിക്കണുണ്ടായിരിക്കും. ഒരുപാട് പ്രതിസന്ധിയിൽ ആണ് ഇപ്പോൾ ആ ഫീൽഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2024 എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ജോബ് ഇമ്പാക്റ്റഡ് ആവുമെന്ന്. അപ്പം ഞാൻ ആ ഒരു ഭയം മൂലവും പിന്നെ എനിക്കൊരു ജോബ് സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ജൂലൈ 8, 2024 ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ എനിക്ക് കൃപാസനത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, പിന്നെ അതേപോലെ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഇതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടിയും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഉടമ്പടികൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ലൈഫിൽ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു. എൻ്റെ നിയോഗങ്ങൾ ഞാൻ അവിടെ എഴുതി. പക്ഷേ അച്ഛൻ ഇവിടെ പറയുമല്ലോ എപ്പോഴും ദൈവം ആദ്യം ടോർപിഡോ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിലാണെന്ന്. അപ്പോൾ എൻ്റെ കേസിലും അത് തന്നെയാണ് നടന്നത്. എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കഴിവ് അതേപോലെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് എൻ്റെ ജോലിക്ക് കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഏറ്റവും ആദ്യം ദൈവം ടാർഗറ്റ് ചെയ്തത് എൻ്റെ ജോലിയിൽ തന്നെയാണ്. ഓഗസ്റ്റിലാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് 2024. അപ്പോൾ എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡായി. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ മറ്റേ ആൾക്കാരുടെയൊക്കെ ഉടമ്പടികൾ നന്നായിട്ട് പോകുമ്പോൾ എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. കാരണം ഞാൻ ഉടമ്പടി എടുത്തു മറ്റുള്ളവരെ പോലെ, എൻ്റെ ഫാമിലിയിൽ മറ്റേ ആൾക്കാരെ പോലെ. പക്ഷെ അവരുടെ കാര്യം നടക്കുകയും എന്നാൽ ഓൺലൈൻ ഉടമ്പടി, എന്നാൽ എൻ്റെ ലൈഫിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, ഇനി ഞാൻ ഈ ഉടമ്പടി തുടരണോ? കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എൻ്റെ ജോബ് സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ. പക്ഷേ അത് നടന്നില്ല. എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ഉടമ്പടിയിലുമാണ്. പിന്നെ ഇത് തുടരണമെന്ന് ഞാൻ ഇങ്ങനെ ഒക്കെ ആലോചിച്ചു. അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ യൂട്യൂബ് ധ്യാനങ്ങളൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ലൈഫിൽ പാസ്റ്റിൽ ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ ഓർക്കുന്നുണ്ട് പത്രോസിനെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയണതും എങ്ങനെയാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രോസിനെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ അച്ഛൻ അന്ന് പറയണതൊക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ലൈഫിലും പല പ്രാവശ്യവും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്തൊക്കെ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ
നമ്മൾ ദൈവത്തിനൊരു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് കാണുന്ന പോലെ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലിന് അതിൻ്റേതായ ചില സമയങ്ങളുണ്ട്. ഞാൻ ആ ഒരു പ്രതീക്ഷയോടെ, ആ ഒരു വിശ്വാസത്തോടെ എൻ്റെ ഉടമ്പടി അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ മുൻപിൽ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ കാർ ലോൺ, ഹോം ലോൺ, ഇതൊക്കെ ആയിരുന്നു. കാരണം ജോലി നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വരുമാന മാർഗങ്ങളൊക്കെ അതോടെ അങ്ങ് നഷ്ടപ്പെടുകയും, ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും 2 പേരുടെ ശമ്പളം വേണം, അല്ലെങ്കിൽ ഒരാളുടെ ആയിട്ട് മാത്രം നമുക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫ്യൂച്ചർ എന്ന് വെച്ചാൽ, എനിക്ക് ജോലി പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ വണ്ടി പോവും, വീട് പോവും, അങ്ങനത്തെ ഒരു സാഹചര്യം വരും. കാരണം എൻ്റെ ഫ്രണ്ടിൽ വേറെ ഒരു മാർഗ്ഗവുമില്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഞാൻ കുറേ ജോബിന് വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ നമുക്കറിയാം ഒരുപാട് പേരുടെ ജോലി ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റഡായി. അത്ഭുതം എന്ന് പറയട്ടെ, ആ സമയത്ത് ഞങ്ങൾക്കൊരു ഫാമിലി ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അത് അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന് മെച്യൂരിറ്റി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് വരെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് അതിനകത്ത് കുറച്ച് ആൾക്കാരെയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് എക്സിസ്റ്റിംഗ് സ്കീമിലുള്ള ആൾക്കാരെ അത് വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാം, എന്നിട്ട് ആ എമൗണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യമല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അത് നമുക്കത് വലിയൊരു രക്ഷയായിട്ട് മാറിത്തീർന്നു. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, അത് മാതാവിൻ്റെ ഇടപെടലോടെ മാത്രമാണ് അങ്ങനെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നടക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ആ എമൗണ്ട് കിട്ടുകയും അതോടെ കാർ ലോൺ കംപ്ലീറ്റ്ലി അതോടെ അങ്ങ് നമ്മൾ ക്ലിയർ ഓഫ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമുക്കറിയാം ലോൺ എമൗണ്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നമ്മുടെ സ്വന്തമാണെന്ന്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ വേറെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഈ ഹോം ലോണിൻ്റെ കാര്യത്തിൽ. കാരണം ഹോം ലോൺ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയൊരു എമൗണ്ടാണ്. അതിപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാമല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു വേറൊരു ഫ്ലാറ്റും ഉണ്ടായിരുന്നു. അത് കുറേ നാളായിട്ട്, വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ് സെയിലിന് വേണ്ടി. അവിടെ നമുക്കൊന്നും കിട്ടിയൊന്നുമില്ല, ബയറിനെ ഒന്നും. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടിയുടെ ടൈമിൽ തന്നെ മാതാവിൻ്റെ ഇടപെടൽ മൂലം നമുക്കൊരു ബയറിനെ കിട്ടുകയും, എന്നിട്ട് ആ ബയറിൻ്റെ എമൗണ്ട് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് കാര്യങ്ങൾ ക്ലിയർ ആയത്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒക്ടോബർ 10 ഞാൻ ഇവിടെ വരുമായിരുന്നു എൻ്റെ ഉടമ്പടി പുതുതായിട്ട് ഇവിടെ എടുക്കാൻ വേണ്ടി. കാരണം ഓൺലൈൻ ഉടമ്പടിയിലെ നമുക്കറിയാം നമുക്ക് പത്രമൊന്നും കിട്ടത്തൊന്നുമില്ല. പത്രം കിട്ടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഓപ്ഷൻ ട്രൈ ചെയ്തിരുന്നില്ല നമുക്ക് പത്രം കിട്ടാൻ വേണ്ടി. അപ്പം ഞാനിവിടെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ജോബ് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് എൻ്റെ ഫീൽഡിൽ ജോബ് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഒരു ടെസ്റ്റിമണി, ഒരു സാക്ഷ്യം കേൾക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഞാൻ നന്നായിട്ട് യൂട്യൂബ് നോക്കാത്തതിൻ്റെ ആയിരിക്കാം, ഞാൻ ആഗ്രഹിച്ച പോലത്തെ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒക്ടോബർ 10, 2024 ഞാനിവിടെ കൃപാസനം വന്നു. ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്, ഞാൻ ഇവിടെ മുന്നിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്, ഞാൻ ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു സാക്ഷ്യം ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്കത് കേൾക്കാനുണ്ടായി. അപ്പോൾ എനിക്കത് വലിയൊരു മെസ്സേജാണ് കിട്ടിയത്. കാരണം ഞാൻ യൂട്യൂബിലൊന്നും കാണാത്ത കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനം വരുകയും ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സാക്ഷ്യം എനിക്ക് ഇവിടെ വന്ന് കേൾക്കാൻ കഴിയുകയും ചെയ്തു. അപ്പം ഇനി എൻ്റെ മനസ്സിൽ ആ സാക്ഷ്യം കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ കുറേ ആകുലതകളും കുറേ ടെൻഷനും കുറേ സംശയങ്ങളുണ്ട്. ഇനി പത്രം ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ ഒരു പക്ഷേ പത്രം കൊടുക്കുന്നത് പോലെ കർണാടകയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ആൾക്കാർ ഒരു നല്ല രീതിയിൽ കാണണമെന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ഡൗട്ടുണ്ടാവും. ഞാൻ ആരോടൊക്കെ ചോദിച്ചു ഈ പത്രത്തിൻ്റെ കാര്യം, അവരൊക്കെ എന്നോട് പറഞ്ഞു ഒരിക്കലും പത്രം കൊടുക്കല്ലേ. കാരണം ചിലപ്പം കേരളം പോലെയല്ല, നമ്മൾ മറ്റു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ പത്രം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് വരെ വന്നെന്നിരിക്കും. ചിലപ്പം വേറെ കുറേ ക്രിസ്ത്യൻസ് പത്രം കൊടുക്കുമ്പോൾ അറിയാമല്ലോ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണോ വ്യാഖ്യാനിക്കണമെന്ന്. പക്ഷേ ഒരു സ്ഥലത്ത് എന്നോട് പല ആൾക്കാർ ഇങ്ങനെ പറയണു, എന്നാൽ മറുഭാഗത്ത് ഞാൻ നേരിട്ട് കേട്ട സാക്ഷ്യം അതിൻ്റെ ഉപരി വേറെ ഒന്നുമില്ല. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു മാതാവ് എനിക്ക് നേരിട്ട് തന്ന ഒരു മെസ്സേജാണിത്. അതായത് ഞാൻ പത്രം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എവിടെ പത്രം കൊടുക്കണം, എങ്ങനെ പത്രം കൊടുക്കണം, അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൗട്ട്സ് ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്യും, അതൊരു വലിയൊരു ഡൗട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ.
എങ്ങനെ ഞാൻ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യും? അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് ആ സാക്ഷ്യം പറഞ്ഞ ആളെ തന്നെ എനിക്ക് നേരിട്ടൊന്ന് കണ്ടാൽ എത്ര നന്നായിരിക്കുമെന്ന്. പക്ഷേ നമുക്കറിയാം, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പോണ ആൾക്കാരെ പിന്നെ നമ്മളൊന്നും ഒരിക്കലും കാണാറില്ല. അതല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലാതെ നമ്മൾ പിന്നെ ഇവരൊന്നും പിന്നെ ഒരിക്കലും അവർ കാണാറില്ല. അവരവരുടെ നാടുകളിൽ പോവും. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ തന്നെ ഞാൻ ഈ സെയിം ആളെ തന്നെ അവിടെ കാണുകയുണ്ടായി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്ന് കൃപാസനത്തിൽ വന്ന സാക്ഷ്യം പറഞ്ഞ ആളല്ലേ, 10th ഒക്ടോബറിലല്ലേ വന്നത്? കാരണം ഞാനന്ന് നേരെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡൗട്ടുണ്ട്, അതായത് ഈ പത്രം എങ്ങനെ കൊടുക്കണം, പിന്നെ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പോയത്, ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടിയെന്ന്. അപ്പം ഞാൻ അതേപോലെ അങ്ങ് ചെയ്തു. പക്ഷേ പെട്ടെന്നൊന്നും കാര്യങ്ങളൊന്നും നടന്നൊന്നുമില്ല. കാരണം ദൈവം നമ്മുടെ ലൈഫിൽ ഒരു ഡ്രൈ പീരീഡ് അങ്ങ് തരും, നമ്മളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താലും പെട്ടെന്ന് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ദൈവം നമ്മളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യും. നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരാണോ അല്ലയോ, നമ്മൾ വിശ്വാസം കൈവിട്ട് പോകുന്നുണ്ടോ. പക്ഷേ ഞാൻ കൈവിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇത് വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങി. ഒരു പ്രാവശ്യം ഞാനിവിടെ കൃപാസനം വന്നപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെയൊക്കെ കാണുകയുണ്ടായി. എന്നിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ. എന്നിട്ട് എൻ്റെ ആത്മീയ ജീവിതം ഞാൻ അതേപോലെ തുടർന്നു. ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഒരുപക്ഷെ ദൈവം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് ഇതേ ലൈഫിൽ തന്നെ തുടർന്നാൽ മതി, അങ്ങനെ വരെ ഞാൻ ചിന്തിച്ച വരെ കാര്യങ്ങളുണ്ട്. പക്ഷേ അധികം താമസിക്കാതെ തന്നെ ദൈവം എനിക്ക് ജോലി തന്നു. ആ ജോലി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് താങ്ക്സ് പറയാൻ കൂടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ആത്മീയമായിട്ടൊന്നും അത്ര സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു. ദൈവത്തിനോട് വിശ്വാസം ഉണ്ടായിരുന്നു, അതില്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അത് ജസ്റ്റ് ഒരു വിശ്വാസം മാത്രമായിരുന്നു. ഞാൻ ഒരിക്കലും ദൈവത്തിനെ ആരാധിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഈ ഒരു ധ്യാനത്തോടെ മുന്നോട്ട് വന്നോടെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോമായി. ഞാനിപ്പോൾ എവറി 2 weeks, നേരത്തെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം വല്ലതും കൺഫെഷൻ വല്ലതും കൊടുത്താലായി. പക്ഷേ ഞാനിപ്പോൾ എവറി 2 weeks കൺഫെഷൻ കൊടുക്കുന്ന ഒരാളാണ്. പ്രേക്ഷിക പ്രവർത്തനം ഞാൻ പണ്ട് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രേക്ഷിക പ്രവർത്തനം ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്ലി. അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ കുറേ ഓർഫനേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ടൊന്നും അധികം മൈൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉടമ്പടി വന്നതോടെ ഞാൻ അങ്ങോട്ടൊക്കെ പോകാറുണ്ട് നേരിട്ട്. അതേപോലെ അവിടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എൻ്റെയൊക്കെ വേണ്ടാത്തൊരു രീതിയിൽ തന്നെ. ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഫാമിലിയും ഒരുപാട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് അങ്ങ് അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ കാര്യത്തിലും ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ദൈവത്തിനടുത്ത് പോയി ചോദിക്കാറുണ്ട് എന്തൊക്കെ ചെയ്യണം. അതേപോലെ ദൈവത്തിനടുത്തു നിന്ന് ഓരോ ഹെൽപ്പ് കിട്ടും എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അത് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതുവരെ കിട്ടിയ അനുഗ്രഹത്തിന്, അതേപോലെ ഈ കൃപാസനത്തിൽ വന്ന പിന്നെ ഈ ഒരു ഉടമ്പടി ലൈഫ് തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. തന്ന കൃപയ്ക്ക് മാതാവിന് നന്ദി പറയും. താങ്ക് യു. വിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നിന്നും സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ സ്തോത്രം, ഈശോ ആരാധന, ഈശോ മഹത്വം. ഞാൻ ശ്രീകല, കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി എന്ന താലൂക്കിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് കലൈ സെൽവൻ. ഞാൻ 18/8/2024 ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാനിവിടെ ഇന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഞാൻ വന്നത് അതേ ആലയത്തിൽ തന്നെ പരിശുദ്ധ അമ്മയും യേശുവും കൂടെ എൻ്റെ ആ ഭർത്താവിന് പൂർണ്ണ ആരോഗ്യവും കൊടുത്ത് വിദേശത്തൊരു ജോലി അനുഗ്രഹിച്ചു തന്നതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയാൻ പോകുന്നത്. അതെൻ്റെ ഹസ്ബൻഡ് പറയും. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടക യാത്ര കഴിഞ്ഞ് വീട്ടിലും ചെല്ലുന്നത് മുന്നേ ഞാൻ നിയോഗമായിട്ട് പറഞ്ഞത് എൻ്റെ ജോലിയുടെ കാര്യമാണ്. എൻ്റെ ജോലി
ഞാൻ വീട്ടിലോട്ട് ചെല്ലുന്നതിന് മുന്നേ എനിക്കൊരു ഓഫർ എൻ്റെ ഫോണിൽ അഡ്വൈസ്മെൻറ്റ് കിട്ടിയായിരുന്നു. അന്നേരം ഞാൻ CV ഉടനെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ CV അയച്ചു കൊടുത്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടിയായിരുന്നു. അവർ പറഞ്ഞത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വരം, എൻ്റെ സൗണ്ട് വല്ലാതെ വെറും കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നു, സ്വരം കിട്ടത്തില്ല. അപ്പോൾ പിന്നീട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് അമ്മ മാതാവിനിടം ഞാൻ ഉപ്പും പിന്നെ തേന് തൈലമെല്ലാം തൊണ്ടയ്ക്കിട്ട് കഴുത്തിലായിട്ട് പുരട്ടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു കുഴപ്പമില്ലാതെ ഇൻ്റർവ്യൂവിൽ പാസ്സാവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂക്ക് പോയായിരുന്നു. അന്നത്തെ ദിവസം പോയ അന്ന് ഇൻ്റർവ്യൂ ഇല്ല. പിന്നെ അന്ന് തന്നെ അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ പിറ്റേന്ന് രാവിലെ ആയിരുന്നു ഇൻ്റർവ്യൂ. അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നത് മുന്നേ എൻ്റെ കഴുത്തിൽ ഞാൻ പിന്നെ തൈലമും ഇട്ട് നാക്കിലത് ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അകത്തോട്ട് പോയപ്പോൾ എന്നെ അറിയാതെ നല്ല രീതിക്ക് ഞാൻ സംസാരിക്കുകയും ചെയ്ത് ആ ഇൻ്റർവ്യൂവിൽ പാസ്സാവുകയും ചെയ്തു. അങ്ങനെ MD തന്നെ നേരിട്ട് അവർ തന്നെ സെലക്ഷൻ ആക്കിയിട്ട് അന്നേരമേ പറഞ്ഞ് യുവർ സെലക്റ്റഡ്, യുവർ വിസ 1 മന്തിൽ റെഡിയാവും, അന്നേരം പോകേണ്ടി വരുമെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ എനിക്കിപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 25-ാം തീയതിയാണ് ഞാൻ വിദേശത്തിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വിസ ടിക്കറ്റ് എല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകും. അമ്മാ മാതാവിനും തിരുക്കുമാരനായി യേശുക്കും നന്ദി. ഞാൻ ജപമാല റാലിയിൽ പ്രാർത്ഥിച്ച് ഞാനും ചേട്ടനും മോളും കൂടെ പോയി. എൻ്റെ ചേട്ടനൊരു ജോലി വിദേശത്ത് വേണമെന്ന് പറഞ്ഞ് റാലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് തന്നെ ഒരു ഫോണിലൊരു മെസ്സേജ് വരികയും ജോലിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തത്. ചേട്ടൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ 2-3 പേര് പോവുകയും ചേട്ടന് സൗണ്ട് ക്ലിയർ അല്ലാഞ്ഞിട്ട് പോലും ചേട്ടനെ അവരെടുക്കുകയും മറ്റുള്ളവർ റിജക്റ്റ് ആവുകയും ചെയ്തു. എല്ലാം തന്നത് പരിശുദ്ധ അമ്മയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശുദ്ധ അമ്മയും യേശുവും വഴിയാണ്. ഞങ്ങൾ 3 പേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു. മോളും ഉടമ്പടിയിൽ ജീവിക്കുന്നു. മോളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. പിന്നെ പ്രേക്ഷിത വേലകൾ എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ഞങ്ങൾ 3 പേരും കൊടുക്കും. 3 പേരും ഓരോരോ സ്ഥലങ്ങളിൽ പോയി പത്രങ്ങൾ കൊടുക്കുകയും ഞങ്ങളുടെ അനുഭവങ്ങൾ കണ്ട് ഞങ്ങളുടെ പരിസരത്തുള്ളവരും ബന്ധുക്കാരും എല്ലാ ആളുകളും എന്ന് വെച്ചാൽ മരിച്ചു പോയെടുത്തുനിന്ന് യേശു എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ അതേപോലെ ഉയർത്തെഴുന്നേറ്റാണ് എൻ്റെ ഭർത്താവ്. അമ്മയും യേശുവും കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. ആ ഞങ്ങളുടെ ജീവിതം കണ്ട് ഞങ്ങളുടെ അനുഭവം കണ്ട് എല്ലാ ആളുകളും വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയും അവരുടമ്പടി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് ആരെല്ലാം ഉണ്ടോ ആരോട് പറയാൻ പറ്റുമോ അവരോടെല്ലാം ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയുകയും അവർക്കൊരു ദുഃഖമെന്ന് കണ്ടാൽ ഇവിടെ വരാൻ പറയുകയും ചെയ്യും. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പറയും. പിന്നെ ഏതൊരു കാര്യത്തിന് പോയാലും ഉപ്പും തേനും എണ്ണയും ഇട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ 3 പേരും പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഏതൊരു വിഷമസ്ഥിതികളിലും രാവിലെ ഉണർന്ന് ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കുമ്പം വൈകുന്നേരകം അമ്മ അതിനുള്ള ഒരാശ്വാസം നമുക്ക് തന്നിരിക്കും. അത് ഓരോ ദിവസവും ഓരോ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിതകാലം മൊത്തം ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധയായി ജീവിക്കാനും ആത്മീയ കാര്യങ്ങളും കാരുണ്യ പ്രവൃത്തികളും ചെയ്ത് പ്രേക്ഷിത വേലയും ചെയ്ത് നല്ലവരായി ജീവിക്കാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളൂ. ഭൗതികമായ ഒരു ആഗ്രഹങ്ങളും ഞങ്ങളില്ല. ജോലി ചെയ്യാനൊരാവത് ഈശോയും അമ്മയും തന്നാൽ മാത്രം മതിയെന്നേ ഉള്ളൂ. പിന്നെ രോഗികളെ കാണാൻ പോവുകയും രോഗികൾക്ക് ഞങ്ങളെ കൊണ്ടൊക്കുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞ് ഈശോയുടെ അമ്മയുടെയും കൂടെ തന്നെ ഞങ്ങളെ നടത്തണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. അതുപോലെ തന്നെ ഡിസംബർ 25
ക്രിസ്മസിൻ്റെ അന്ന് യേശുവും മാതാവും കൂടെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ജോലി. അന്ന് 25-ാം തീയതിയാണ് ചേട്ടൻ വിദേശത്ത് പോകുന്നത്. ഈ 25 എന്നുള്ള ഡേറ്റ് കണ്ടപ്പോഴേ ഞാൻ ചേട്ടനോട് പറഞ്ഞ്, പരിശുദ്ധ അമ്മ വഴി നമുക്ക് യേശു തന്ന ഡേറ്റാണ് ക്രിസ്മസ് 25. യേശുവിന് അതിനൊരു കോടാനുകോടി നന്ദി അമ്മയ്ക്കും യേശുവിനും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.